എതിർ ടീം എത്തിയിട്ടില്ല. എതിർ ടീമിനുള്ള വിളിച്ചിലും പാച്ചിലൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് പ്രോ പ്ലേയേഴ്സ് 2-3 വരാനുണ്ട്. അപ്പോൾ അതിനുള്ള പാച്ചിലാണ് നമ്മുടെ ഗഫൂർക്ക. ഇൻ്റർനാഷണൽ കോളിംഗ് ആണ് കേട്ടോ. യാറപ്പ എന്തെല്ലാം തള്ളി വിടുന്നുണ്ട് കേട്ടാ. അവിടെ ഗഫൂർക്ക തള്ളി വിടുന്നുണ്ട്. എന്തൊക്കെ തള്ളി വിടുന്നുണ്ട് അള്ളാഹ്ക്ക് അറിയാം. ആൾക്കറിഞ്ഞിട്ടാ വീഡിയോ പിടിക്കുന്നുണ്ടെന്ന്. അപ്പോൾ കട്ടായ ഫോണിലാണ് ഇത്ര സംസാരിച്ചുകൊണ്ടിരിക്കണേ. യാറപ്പ കയ്യോടെ പൊക്കിയിട്ടുണ്ടെങ്കിലേ ഞാൻ കട്ടായ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുന്നല്ലേ. അങ്ങനെ നമ്മള് കളി തുടങ്ങാറായിട്ടാ. എതിർ ടീം വന്നിട്ടുണ്ട്. ഒന്ന് നമ്മുടെ ആസ്റ്റർ ടീമും പിന്നെ എതിർ ടീമുള്ളത് നമ്മുടെ സെക്യൂരിറ്റി ടീമാണ്. അപ്പോൾ ഇപ്പോൾ കളി തുടങ്ങും. അപ്പോൾ കാണികളായിട്ട് നമ്മളിവിടെ കുറച്ച് 2-3-4-5 പേരുണ്ട്. പിന്നുള്ളതൊക്കെ പുറത്താണ്. ഉള്ളിലേക്ക് അങ്ങനെ വേണ്ടപ്പെട്ട ആൾക്കാരെ മാത്രം അലൗഡ് ചെയ്യുള്ളൂ ഉള്ളിലേക്ക്. ഞാൻ പിന്നെ ഗഫൂർക്കാരുടെ റെക്കമെൻഡ് വഴി ഞാൻ ഉള്ളിൽ കയറിയതാണ് കേട്ടോ. പിന്നൊക്കെ പുറത്തുനിന്ന് എല്ലാവരും കാണുന്നുണ്ട്. അവിടെ ഒക്കെ നമുക്ക് ഇരിക്കാനുള്ള സെറ്റപ്പും കാര്യമൊക്കെ ഉണ്ട് അല്ലേ. അവിടെ ഒക്കെ ഇരിക്കാനുള്ള സെറ്റപ്പ്, പുറത്തൊക്കെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്, ഇവിടെ ഒക്കെ ഇരിക്കാൻ സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ അവർ ഇരുന്ന് കളിയും കാര്യമെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഉള്ളിലിരുന്നിട്ട് കളി കാണാം. എന്താ പറയാനുള്ളത്? കളി സ്റ്റാർട്ട് ആയിട്ടുള്ളത് ഗംഭീര മാച്ചാണ്. ഗംഭീര മാച്ച്. ഫൈനലിന്റെ തുല്യതായിട്ടുള്ള ഒരു മാച്ചാണ് ഇന്ന് നടക്കുന്നത്. സെക്യൂരിറ്റി ടീമും. ആര് ജയിക്കും? ആസ്റ്ററിനെ ജയിക്കുന്ന പറഞ്ഞിട്ടുണ്ടോ? നമ്മുടെ ആസ്റ്ററിനെ വെച്ചാൽ വാച്ച് ചെയ്യാം.